ഈ വിഷയത്തിൽ കോംപ്രമൈസിന് കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി വരച്ച് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അവിടെ ആരെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി, അവരുമായി അനുരഞ്ജനം സാധ്യമല്ല. ഈ 4 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തിരുന്നു. സ്വാഭാവികമാണത്. പക്ഷെ അത് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ സമൂഹത്തെ നമ്മൾ വെറുതെ വിടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ വഴിക്ക് പോകട്ടെ, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ വഴിക്ക് പോകട്ടെ, തബ്ലീഗ് ജമാഅത്ത് അവരുടെ പ്രവർത്തനങ്ങളുമായി പോകട്ടെ, വ്യാജസിദ്ധന്മാരും മറ്റും അവർ പ്രവർത്തിക്കട്ടെ. നമ്മൾ നമ്മുടെ റൂട്ടിൽ പോവുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ട, അവരെ എതിർക്കാൻ പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൗനമായിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അപകടകരമായ അനന്തരഫലമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കറിയുമോ, ഷുഐബുൽ ഹൈത്തമി സൂചിപ്പിച്ചതുപോലെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഴക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം ഒരു മാറ്റവുമില്ലാതെ അനുസ്യൂതം തുടർന്നു വരുന്ന ഈ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വികൃതമാക്കാൻ വിട്ടുകൊടുത്താൽ ഇന്നത്തെ ഈ നിലവിലുള്ള ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അടുത്ത തലമുറക്ക് അത് കൈവരി കിട്ടാൻ പോകുന്നില്ല എന്നതാണ് പ്രശ്നം. ഞാനും നിങ്ങളും ഒറിജിനൽ ഇസ്ലാമിന്റെ വാഹകരാകാൻ എന്തേ കാരണം? നമ്മുടെ പൂർവികർ വിഷയത്തിൽ നിതാന്ത ജാഗ്രത പാലിച്ചത് കൊണ്ടാണ്. അവർ ഈ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്. വിശദീകരിക്കേണ്ട സമയത്ത് വിശദീകരിച്ചുകൊണ്ടും, സമ്പാദന നടത്തേണ്ട സമയത്ത് സമ്പാദന നടത്തിക്കൊണ്ടും, പ്രഭാഷണം നടത്തേണ്ടത് പ്രഭാഷണം നടത്തിക്കൊണ്ടും, സമ്മേളനം ആവശ്യമുള്ള സമ്മേളനം നടത്തിക്കൊണ്ടും സുന്നത്ത് ജമാഅത്ത് എന്ന ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഠിന യത്നം നടത്തിയതിന്റെ അനന്തരഫലമാണ് ഞാനും നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം. നമുക്ക് ഈ ഒരു ആദർശം, ഈ ആശയം, ഈ ആചാരങ്ങൾ, ഈ അനുഷ്ഠാന കർമ്മങ്ങൾ, ഈ വിശ്വാസങ്ങൾ ഇതേപടി നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറക്ക് കൈമാറണം. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഈ നിസ്സാരമായ കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, ഒരു മുസ്ലിം സുഹൃത്ത് മരിച്ചാൽ നമ്മൾ ഉടനെ എന്തു ചെയ്യും? പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം വീട്ടിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ ആരംഭിക്കും ആ മയ്യത്തിന് വേണ്ടി. ദുആ ചെയ്യാൻ കഴിയുന്ന ആൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആളുകളൊക്കെ വന്ന് ഒരുപാട് ഖുർആനൊക്കെ ഓതി അവസാനം ആ ജനാസ എടുക്കും. ജനാസ എടുക്കുന്നതിന് മുമ്പ് പലരും വന്ന് ദുആ ചെയ്തു പോകും. യഥാർത്ഥത്തിൽ ആ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ജനാസ എടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതിയിട്ടുണ്ട്, ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത യാസീൻ. നിങ്ങൾ മരണാസന്നരായ ആളുകൾക്കും മരിച്ചുപോയ ആളുകൾക്കും വേണ്ടി നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക എന്ന്. നമ്മൾ ആ യാസീൻ ഓതും. എന്നിട്ടൊരു ഭക്തി നിർഭരമായ പ്രാർത്ഥന മയ്യത്തിന് വേണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സഹോദരന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ ഇവനോട് വാത്സല്യം കാണിക്കണേ അല്ലാഹ് എന്നിങ്ങനെ തുടങ്ങി ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തുമ്പോൾ പലരും വിങ്ങി വിങ്ങി പൊട്ടി കാമീൻ പറയും. പ്രത്യേകിച്ച് ആ വീട്ടുകാരും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളും. ഒരു പക്ഷേ ആ ജനസമൂഹം നടത്തുന്ന ആ ഒരു പ്രാർത്ഥന മതിയായിരിക്കും ഈ മയ്യത്തിന് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ കബറടക്കും. കബറടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചടങ്ങുകളുണ്ട്, തസ്ബീത്തുണ്ട്, തൽഖീനുണ്ട്, ദുആയുണ്ട്. അവിടെ വീണ്ടും നമ്മൾ സിയാറത്തിന് പതിവായി പോകും, ഇല്ലേ? നമ്മുടെ മരിച്ച ഉമ്മാന്റെ ഉപ്പാന്റെ കബറിലേക്ക് എത്ര തവണ നമ്മൾ പോകും? മിനിമം വെള്ളിയാഴ്ചകൾ നമ്മൾ പോകില്ലേ? വർഷത്തിലൊക്കെ ആണ്ട് നടത്തൂലേ? എന്തായിരുന്നാലും നമ്മൾ കുറച്ച് ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ഉപ്പാന്റെ പേരിൽ യാസിന് ദുആ ചെയ്യിപ്പിക്കൂലേ? ഉമ്മാന്റെ പേരിൽ യാസിന് ദുആ ചെയ്യിപ്പിക്കൂലേ? ഇതൊന്നും വേണ്ടെന്ന് പറയുന്നവരല്ലേ ഈ കൂട്ടം സഹോദരന്മാരെ? ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ഇന്ന് ചെന്നാൽ സത്യത്തിൽ ഇവര് ജസ്റ്റ് ആ മയ്യത്ത് വരും, മയ്യത്തിനെ നോക്കും, കാണും, ഇങ്ങനെ ഇറങ്ങിപ്പോവും, കഴിഞ്ഞു. സൂറത്ത് അവർക്ക് ഓതാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ ഓർത്ത് നോക്കി, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പറ്റില്ല, ഒന്നും പറ്റില്ലല്ലോ. ഈ മയ്യത്തിന് സിയാറത്തിക്കാൻ അവർക്ക് പറ്റില്ല. മയ്യത്തിന് വേണ്ടി എന്തെങ്കിലും അന്നദാനം നടത്താൻ പറ്റില്ല, ആണ്ട് നടത്താൻ പറ്റില്ല, 7 നടത്താൻ പറ്റില്ല. ഒന്നും ചെയ്യാത്തൊരു സമൂഹം ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സദസ്സിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ആളുകൾ വന്നു പറഞ്ഞു, നമ്മുടെ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വഹാബി സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് നേരെ അബൂസലമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബൂസലമിന്റെ വീട്ടിൽ മരിച്ചിട്ടേ ഉള്ളൂ. 2 കണ്ണും തുറന്നു കിടക്കുക. അഹ്മൽ ഐനഹി, 2 കണ്ണും തങ്ങൾ പൂട്ടി. എന്നിട്ട് പൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഖുബില റൂഹുൽ മയ്യിത്തി, മയ്യത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ അവന്റെ 2 കണ്ണും ആ റൂഹ് പോയ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. ഫലജ്ജ നാസു മിൻ അഹ്ലി ബൈത്തിഹി, ഇത് കേട്ടപ്പോൾ ആ വീട്ടുകാരോട് പൊട്ടിക്കരഞ്ഞു. ആ വൈകാരികമായ സാഹചര്യം ഓർത്തപ്പോ അപ്പൊ തങ്ങൾ പറഞ്ഞു, ലാ തർഫഉ, അങ്ങനെ ശബ്ദം ഉയർത്താൻ പാടില്ല. നിങ്ങൾ മയ്യത്തിന് വേണ്ടി നല്ലത് പറയുക, നല്ല ദുആ നടത്തുക, അള്ളാന്റെ റസൂൽ ആജ്ഞാപിക്കണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി അബൂസലമ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂസലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അബൂസലമക്ക് മഹാന്മാരുടെ കൂട്ടത്തിൽ, അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ സ്ഥാനം, പദവി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, വഫ്സഹ് ലഹു ഫി ഖബരി, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അബൂസലമക്കും പുറത്തു തരണേ അല്ലാഹ് പ്രാർത്ഥിക്കണം നബി തങ്ങളും സ്വഹാബത്തും. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. സ്വഹീഹ് മുസ്ലിമിൽ ലഈഫ ഹദീസിലല്ലോ, ദുർബലമായ ഹദീസിലല്ലോ. ഇത്ര കൃത്യമായി ഹദീസുകൾ ഓരോ കാര്യങ്ങളും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മരിച്ച മയ്യിത്തിനെ പോയി സിയാറത്ത് ചെയ്താൽ, ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വാദങ്ങൾക്ക് ആധാരമാക്കുന്ന ലോകത്തെ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ഫത്താവയിൽ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, മാ മിൻ മുഅ്മിൻ യമുറു ബി ഖബ്രി അഖീഹിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ സഹോദരന്റെ ഖബറിന്റെ അരികിലൂടെ ഏതൊരു മുഅ്മിൻ കടന്നു ചെന്നാലും വസല്ലമ അലൈഹി, സിയാറത്ത് ചെയ്ത് സലാം ചൊല്ലിയാൽ, കാന യഅരിഫുഹു ഫി ദുനിയ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ജീവിതകാലത്ത് ഈ സുഹൃത്തിനെ, സന്ദർശകനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇല്ലാ അറഫഹു, ഇപ്പോഴും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിയാറത്തുകൾ തിരിച്ചറിയുക പോലും ചെയ്യും. ആളെ ബോഡി ദ്രവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആത്മീയ സാന്നിധ്യം സന്ദർശകനെ തിരിച്ചറിയും. സന്ദർശകൻ പ്രാർത്ഥിക്കുന്നത് അനുഭവിക്കും, അറിയും. കറക്റ്റ് അല്ലേ? ഇതെല്ലാം മാറ്റിമറിച്ച് ഒരു സിയാറത്ത് പോലും ചെയ്യില്ല. ഞാൻ ഫറൂഖ് റൗത്തുൽ അറബി കോളേജ് PGക്ക് പഠിച്ചവനാ. ഇന്നത്തെ ഫാറൂഖ് കോളേജിന്റെ വിശാലമായ ക്യാമ്പസ് ഉണ്ടല്ലോ, മുനമ്പം ഭൂമി വഖഫ് ചെയ്തു എന്ന് പറയുന്ന ആ ക്യാമ്പസിൽ, അതിന്റെ സ്ഥാപകൻ മൗലവി അബുസബാഹ് മൗലവിയാണ്. അബുസബാഹ് മൗലവിയുടെ ഖബർ ആ ക്യാമ്പസിന്റെ അകത്തുണ്ട്, അതിന്റെ പള്ളി തൊട്ടുപ്പുറത്തുണ്ട്. ഞാൻ 2 വർഷം അവിടെ PGക്ക് പഠിച്ചപ്പോ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു മനുഷ്യനാണ് അവിടെ സിയാറത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരൊറ്റ മനുഷ്യൻ. മൗലവിമാരുണ്ട്, അവിടുന്ന് നല്ല സാലറി UGC ശമ്പളം വാങ്ങി സുഖമായ ഖബറിന്റെ അരികിലൂടെ പള്ളിക്ക് 5 വക്തിന് വരുന്നവരുണ്ട്, ജുമാക്ക് വരുന്നവരുണ്ട്, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട്. ഒരു സലാം, ജസ്റ്റ് ഒരു സിയാറത്ത് ഇല്ലേ ഇല്ല. ജീവിതത്തിൽ ഒരു അന്യ മനുഷ്യൻ മാത്രം, പുറത്തുള്ള ഒരു മനുഷ്യൻ ഞാൻ ക്യാമ്പസിൽ വന്ന് സിയാറത്തിന് കണ്ടു, ഒരു ടർക്കൊക്കെ തോളിലിട്ടിട്ട്. ഞാൻ മെല്ലെ ചെന്നിട്ട് അവിടെ സലാം പറഞ്ഞു. ആൾ സിയാറത്തിന് പോകുമ്പോൾ, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് ചോദിച്ചു. ഞാൻ പാലക്കാട് നിന്ന് വരികയാണ്. എവിടെ പോവാണ്? എവിടെ? കോഴിക്കോട് പോകുന്ന വഴിക്കോട് ഇറങ്ങിയതാണോ? എന്തേ ഈ ഖബറിലെ മൗലവിയായിട്ട് ബന്ധം എന്ന് വെച്ചു. ഞാൻ മൗലവിൻ്റെ അടുത്ത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആ ബന്ധമാണ്. നിങ്ങൾ മുജാഹിദാണോ? ഇല്ല, ഞാൻ സുന്നി തന്നെയാണ് അറിവ്. അപ്പൊ മൂപ്പര് നമ്മളെ സുന്നിയ. ആകെ ഒരാളവിടെ സിയാറത്ത് ചെയ്തത് ആള് സുന്നിയാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മളെ വെറുതെ ഇവരുടെ പാടിന് വിട്ടുകൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇസ്ലാമെന്ന് പറ്റേ തെറിച്ചു പോകും. ഞാൻ ചോദിക്കട്ടെ, ഖാദിയാനി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കേരളത്തിൽ? അവർ ഇന്നലെ മുജാഹിദോ ജമാഅത്തോ ആയിരുന്നു, അല്ലെങ്കിൽ സിമി ആയിരുന്നു. യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ, എക്സ് മുസ്ലിം. ഓരോ മുസ്ലിം നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ ആയി പരിശോധിച്ചു നോക്കുക. പ്രമുഖരായ ഇന്ന് ഈ സംവാദ രംഗത്ത് ഷുഐബ് ഹൈത്തമിയോടൊക്കെ സംവദിക്കാൻ വരുന്ന ഈ യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ, അവരാരായിരുന്നു? ഇന്നലെ മുജാഹിദായിരുന്നു, ജമാഅത്തായിരുന്നു. സംശയമുണ്ടോ? ഓരോ ആളുകളും നിങ്ങൾ പരിശോധിച്ചു ഞാൻ പേര് ഏറ്റവും ലൈവായി നിൽക്കുന്ന ജാമിദ ആരായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ജാമിയ ഇടവണ്ണയിൽ പഠിച്ച് അവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ജോലി ചെയ്ത ടീച്ചറായിരുന്നു ജാമിദ ടീച്ചർ. ഇത് ഗൗരവമുള്ള സത്യല്ല. ഇവർ ഇസ്ലാമിന് പോകുന്ന ഉറപ്പ് അള്ളാന്റെ റസൂൽ പറഞ്ഞ ദീൻ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അവർ ക്രമാനുഗതമായി ദീൻ തെറിച്ചു പോകും. എങ്ങനെ തെറിച്ചു പോകും? കമാ യംറുഖു സഹ്മു മിനർ റമിയ, ഒരു അസ്ത്രം ഒരു ഉരുവിന് നേരെ എഴുതി വിട്ടാൽ മൂർച്ചയുള്ള അസ്ത്രമാണെങ്കിൽ ആ ഉരുവിനെ തുളച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ
നിങ്ങൾ മൗനം പാലിക്കണമെന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാത്തത്. ഈ വിഷയത്തിൽ കോംപ്രമൈസിന് കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി വരച്ച് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അവിടെ ആരെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി, അവരുമായി അനുരഞ്ജനം സാധ്യമല്ല. ഈ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ പോരാ, ഇത് മാത്രമാണ് ശരിയെന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഗൗരവ